ഏവർക്കും സസ്നേഹമായ നമസ്കാരം. കഴിഞ്ഞ രാമായണ ക്ലാസുകൾ ശ്രദ്ധിച്ച നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വേദവ്യാസൻ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് മഹാഭാരതമെന്നും ആ മഹാഭാരതത്തിന്റെ ഉള്ളിൽ രാമചരിതം പറഞ്ഞു എന്നും സൂചിപ്പിച്ചിരുന്നു. മഹാഭാരതം എഴുതിയ കാലഘട്ടം 5500 വർഷങ്ങൾക്ക് മുൻപാണ് എന്നും സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം അധ്യാത്മരാമായണം എഴുതിയത് എന്ന് പറഞ്ഞാൽ വ്യാസൻ ജനിച്ച് 4000-5000 വർഷം വ്യാസൻ ജീവിച്ചിരുന്നുവോ എന്നൊരു പക്ഷേ ഒരു സംശയം വരുവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കുക, സാക്ഷാൽ വേദവ്യാസൻ കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞ പരാശര മാമുനിയുടെ പുത്രൻ, ആ പുത്രൻ ജനിച്ചത് ശ്രീകൃഷ്ണൻ ജനിച്ച ആ കാലഘട്ടത്തിൽ കൃഷ്ണനേക്കാളും മുതിർന്ന കൃഷ്ണന്റെ മുത്തച്ഛന്റെ പ്രായമുള്ള വ്യക്തിയായിട്ടാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ ദ്വാപരയുഗത്തിലുള്ളത്. അതിനുശേഷം തന്റെ ജന്മോദ്ദേശം പൂർണ്ണമാക്കിയതിനു ശേഷം അദ്ദേഹം ദേഹത്തെ വിസർജിച്ചു എന്ന് നാം മനസ്സിലാക്കണം. വേദവ്യാസന്റെ അച്ഛൻ പരാശര മാമുനി സർവശാസ്ത്ര പാരംഗതനായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ ഒരു ജന്മോദ്ദേശമായിരുന്നു അവിടവിടങ്ങളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന അറിവുകളെ ശേഖരിക്കുക. അതിനായി പരാശരൻ മുന്നിട്ടിറങ്ങി. പക്ഷെ അച്ഛന് അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അച്ഛൻ ചെയ്തു വെച്ച ആ മഹാകൃത്യമാണ് സാക്ഷാൽ കൃഷ്ണദ്വൈപായനൻ അത് ഏറ്റെടുത്ത് പലയിടങ്ങളിൽ കിടന്ന ആ അറിവുകളെ ശേഖരിച്ച് അതിനെ സ്വഭാവമനുസരിച്ച് വർഗീകരിച്ച് വേദത്തെ നാലാക്കി തിരിച്ച് നമുക്ക് സമ്മാനിച്ച വേദവ്യാസനായി തീർന്നത്. ആ വേദവ്യാസൻ തന്റെ കർമ്മം കഴിഞ്ഞ് മഹാഭാരത രചന കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ ശരീരത്തെ വിസർജിച്ചു, മഹാസമാധിയായി. അതിനുശേഷം വേദവ്യാസനെ പോലെ തന്നെ വിശാല ബുദ്ധികളായിട്ടുള്ള നിരവധി മഹത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. ആ മഹത്തുക്കളെ എല്ലാം വിളിക്കപ്പെട്ട പേരാണ് വ്യാസൻ എന്നത്. അപ്പോൾ വ്യാസൻ എന്ന് കേട്ടാൽ അതൊരു പരമ്പരയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ വിശാല ബുദ്ധിയായ ഒരു വ്യാസനാണ് നമുക്ക് അധ്യാത്മരാമായണം തന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ വ്യാസന് മരണമില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരീരം സ്വീകരിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ, മരണമെന്നത് സത്യമാണ് എന്ന വേദതത്വത്തിന് വിരുദ്ധമാകും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ. നമ്മൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ 2 തലമുറയ്ക്ക് മുൻപ് നമ്മുടെ വീടുകളിൽ എഴുത്തുകൊണ്ട് തന്നത് പോസ്റ്റ്മാനാണ്. 2ാമത്തെ തലമുറയ്ക്കും എഴുത്തു കൊടുത്തത് പോസ്റ്റ്മാനാണ്. ഈ തലമുറയ്ക്കും എഴുത്തു കൊടുക്കുന്നത്, കത്ത് കൊടുക്കുന്നത് പോസ്റ്റ്മാനാണ്. ആ പദവിക്ക് മാറ്റമില്ല, വ്യക്തികൾ മാറി മാറി വരുന്നു. ഇതേപോലെയാണ് വ്യാസൻ എന്നത് ഒരു പദവിയാണ്. അതിലുള്ള എല്ലാ വിശാല ബുദ്ധികളും വ്യാസൻ എന്നറിയപ്പെടുന്നു. കാലടിയിൽ ജനിച്ച ശങ്കരന്റെ പിന്നീട് വന്ന തലമുറകളെ മുഴുവൻ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വ്യാസൻ എന്ന ഈ പദവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിന്റെ രചയിതാവായത് വ്യാസനാണെന്ന് പറയുമ്പോൾ നാം ഈ നിലയിൽ മനസ്സിലാക്കണം എന്ന് ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ രാമായണ പഠനം ആരംഭിക്കാൻ. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.